ഷാജേട്ടാ, നമ്മുടെ എലൈറ്റ് ഇന്ദ്രിയത്താനെ പറ്റി ഒന്ന് പറയാമോ? എലൈറ്റ് ഇന്ദ്രിയത്ത് ഇവിടെ വന്ന് 3 വർഷം ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നത്. അതിനെ രാജേട്ടൻ എന്ന് പറഞ്ഞ തൃശ്ശൂർ നിന്ന് കൊണ്ടുവന്നൊരു പുള്ളിക്കാരൻ 4 ദിവസം കഴിഞ്ഞങ്ങ് പോയി. അത് കഴിഞ്ഞ് അന്ന് തൊട്ട് ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ പ്രാവശ്യം അതിനെ അഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതാ നിന്ന് കൂടുന്നപ്പോഴും മരുതിയുടെ മുക്കാഭാവം അത് കയറിയത് അഴിച്ചപ്പോൾ. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അത് അഴിച്ചപ്പോൾ പിന്നെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. മൂന്നാമത്തെ മതപ്പാട് സമയത്ത് 15 ദിവസം, മൂന്നാമത്തെ 15ൻ്റെ അന്ന് ആന ഒരു ചങ്ങല പറിച്ചു. കാലി 2 ചങ്ങലയായിരുന്നു. അത് ഒരെണ്ണം പറിച്ചപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നതായതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു പേടി, മറ്റേ ചങ്ങല പറിക്കുമെന്നും പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. മറ്റേ കാലിൽ ചങ്ങല ഇവിടെ കെട്ടാനൊക്കെ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ എടുത്ത് 3 ദിവസം ആന നിന്ന് കഴിഞ്ഞ ആന രാവിലെ 10 മണിക്ക് ആന വീഴുന്നത്. നല്ലൊരു ആനയായിരുന്നു. അതിനെ ഞാൻ അഴിച്ചുകൊണ്ട് ഇതെല്ലാം കൊണ്ട് നടന്ന ആനയാണ്. നല്ല ആരോഗ്യവാനായിട്ടുള്ള ആനയായിരുന്നു. അതിന് 18 വയസ്സ് അന്നുള്ളായിരുന്നു. നല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു ആന. എനിക്ക് നല്ല ആനക്കാരൊക്കെ ഒരാളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ. നല്ലൊരു ആനയായിരുന്നു. ഈ മരുതിയുടെ മുകളിലത്തെ ആ കവിട്ട വരെ കയറി നിന്നാനല്ലേ? കവിട്ട വരെ കയറി നിന്നാണ്. നട പൊക്കി വെച്ചിട്ട് നട രണ്ടും കൂടെ കവരത്ത് പൊക്കി വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് ഒരു കമ്പുണ്ടായിരുന്നു. ആ തേറ്റ വെച്ച് ആ തേറ്റയ്ക്ക് കുത്തി, എന്നിട്ട് ആ തൂണിൽ ഇറങ്ങിയിട്ട് ആ തൂണിലിടിച്ച് ആന കെട്ടുന്ന അവിടുത്തെ ഷെഡിൻ്റെ തൂണിലിടിച്ചു. ഞങ്ങൾ വിചാരിച്ചതല്ലേ അന്ന് ഇടിഞ്ഞു വീഴുമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എന്തായാലും ഒരു പരുവത്തിന് അന്ന് കെട്ടി. പിന്നെ 1 മാസം കഴിഞ്ഞാൽ പിന്നെ അതിനെ അഴിച്ച് നടത്താനൊക്കെ തുടങ്ങി. അത് നല്ല ഒന്നാം തരം ഒരു ആനയായിരുന്നു. നല്ല ആനയായിരുന്നു. നല്ല തലപ്പൊക്കത്തിലും എല്ലാം കൊണ്ട് നല്ലൊരു ആനയായിരുന്നു. കേറിയ ആനകളിൽ വെച്ചിട്ട് എന്നും ഓർക്കുന്ന ഒരു ആനയായിരുന്നു ആണല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനയായിരുന്നു. 2 പേർക്ക് കൈകാര്യം ചെയ്യായിരുന്നു ആനയെ. അതിനെ അവിടുന്ന് വരുമ്പോഴും ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് 2 പേരുണ്ടെങ്കിൽ ഒരാളെ കൈകാര്യം ചെയ്യുന്നുള്ളായിരുന്നു. ശരി. എത്ര കൊല്ലം ഇവിടെ നിന്ന ആന? 3 കൊല്ലം. അത് ഈ ആനകളെ പറ്റി പറയുമ്പോൾ നല്ല ആമ്പയറുള്ള ഒരു ആന എന്ന് പറയായിരിക്കും അല്ലേ? അതെ, നല്ല അവർ കൊച്ചുനാളിൽ അവർ മേടിച്ച് വളർത്തി നല്ല ആരോഗ്യനായിട്ടുള്ള ആനയായിരുന്നു. അത് ഇവിടെ വന്ന് 3-ാമത്തെ വർഷം, മൂന്ന് മതപ്പാടായി 3-ാമത്തെ വർഷമാണ്. 15 ദിവസം അത് കഴിഞ്ഞ് ആനയ്ക്ക് ഒഴിവ് തീരുന്ന സമയമായിരുന്നു. അപ്പോഴാ ചങ്ങല പറിച്ചുകൊണ്ട് ഡോക്ടർക്കും ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു പേടി മാതിരി തോന്നി. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കാലിലൊരു ചങ്ങലയുടെ കെട്ടാനുള്ള ഇതിനിടയിലായിരുന്നു. ഇന്ന് നമ്മുടെ മീനാന നിൽക്കുന്ന തറിയിലായിരുന്നു. മീനാന നിൽക്കുന്ന തറിയിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരുതിയിൽ ആന എന്ന് കയറിയത്. അതിപ്പോൾ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അന്ന് തന്നെയാണോ സംഭവിച്ചത്? അന്നല്ല, 3 ദിവസം നിന്ന്. 3 ദിവസം നിന്ന്. അത് 3ൻ്റെ അന്ന് രാവിലെ 10 മണിയായപ്പോഴും. രാവിലെയാണ് സംഭവിച്ചത്. രാവിലെ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവും. ടൂറിസ്റ്റുകളുണ്ട്, പിന്നെ എല്ലാ പാപ്പന്മാരും ഉണ്ടായിരുന്നു. ഞാൻ വെള്ളം കൊടുത്തിട്ട് ഓഫീസർമാരും എല്ലാം ഉണ്ട്. എല്ലാവരും ഉണ്ട്. വെള്ളം കൊടുത്തിട്ട് മാറുന്ന സമയം രാവിലെ 10 മണിക്ക് ദൂരെ ഓസിട്ട് വെള്ളം കൊടുക്കുന്ന സമയത്തായിരുന്നു. 2 കൈ വെള്ളം കുടിച്ചിട്ട് 3-ാമത്തെ കൈ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ എന്നെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കാണിച്ചിട്ടാണ് വീഴുമായിരുന്നു. ശരി. അത് 10 മണിയായപ്പോഴാണ്, രാവിലെ 10 മണി. വലിയൊരു സങ്കടമുള്ളൊരു വാർത്തയായിരുന്നു അല്ലേ? അതെ. എന്നാലും നല്ലൊരു ഓർമ്മ നിൽക്കുന്ന, മനസ്സിൽ എപ്പോഴും ഒരു ഓർമ്മ നിൽക്കുന്ന ഒരു ആനയാണല്ലേ? നടക്കുന്നതിന് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനയായിരുന്നു. ശരി ഷാജേട്ടാ, താങ്ക് യു.